സ്നേഹമുള്ളവരെ, ഇന്നത്തെ എൻ്റെ എപ്പിസോഡ് ഒരു അക്കാദമിക് വിഷയമാണ്. ശ്രദ്ധയോടെ കേട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഒരു സമൂഹത്തിൻ്റെ അസ്തിത്വം നിലനിൽക്കുന്നത് അതിൻ്റെ ചരിത്രത്തിന്മേലാണ്. അപ്പോൾ സീറോ മലബാർ സഭയുടെ അസ്തിത്വം അതിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ആ ചരിത്രത്തെ തകർത്ത് കളഞ്ഞാൽ പിന്നെ സഭയുടെ അസ്തിത്വം തന്നെ തകർന്നു പോകും. അപ്പോൾ അടുത്തിടെ ഞാനൊരു പുസ്തകം, ഒരു വർഷം മുൻപ് ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചു. പക്ഷെ പിന്നീട് ഈ പുസ്തക രചയിതാവിൻ്റെ നിന്ന് ചില കോണുകളിൽ നിന്ന് എനിക്ക് സമ്മർദ്ദം ഉണ്ടായി. താങ്കൾ ഈ പുസ്തകം വായിക്കാത്ത ആളാണ്, അപ്പം അതുകൊണ്ട് ഞാൻ വായിച്ചിട്ട് ഞാൻ കണ്ടെത്തിയ ചില വൈരുദ്ധ്യങ്ങൾ സീറോ മലബാർ വിശ്വാസികളുടെ മാത്രമല്ല ചരിത്രം അന്വേഷിക്കുന്നവരുടെയും അറിവിനായി സഹായത്തിനായി ഞാൻ ഇത് അവതരിപ്പിക്കുകയാണ്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ജീവൻ ഫിലിപ്പ് എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അൺമാസ്കിംഗ് ദ സിറിയൻസ് എന്നാണ്. സുറിയാനി കത്തോലിക്കരുടെ മുഖംമൂടി വലിച്ചു കീറാനാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം സുറിയാനി കേരളത്തിലെ സീറോ മലബാർ സഭ തങ്ങളുടെ ഐഡന്റിറ്റി സിംബലായിട്ട് കാണിക്കുന്നത് അടിയിൽ താമരയും ഒരു കുരിശും പരിശുദ്ധാത്മാവിൻ്റെ ചിഹ്നവും ഉള്ള സെന്റ് തോമസ് ക്രോസ് ആണ്. ഈ ക്രോസിന് സെന്റ് തോമസ് ക്രോസ് എന്ന പേര് നൽകുന്നത് റിയലി പോർച്ചുഗീസുകാരാണ്. ഫ്രാൻസിസ് ഗോവയ എഴുതിയ ജൊർണാദോ എന്ന ഗ്രന്ഥത്തിലാണ് ഈ കുരിശിന് സെന്റ് തോമസ് ക്രോസ് എന്ന പേര് നൽകുന്നത്. ജൊർണാദോ എന്ന ബുക്ക് പോർച്ചുഗീസ് ഭാഷയിൽ എഴുതപ്പെട്ടത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്ന പയസ് മലയക്കണ്ടത്തിൽ വിവർത്തനം ചെയ്ത് കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നല്ല പുസ്തകമാണ്. അച്ഛൻ അതിന് ഏറെ പണിപ്പെട്ടിട്ടുണ്ട്. ആ ബുക്ക് വായിക്കുന്നത് സീറോ മലബാർ ക്രൈസ്തവർക്കും അതുപോലെ തന്നെ ലത്തീൻ കത്തോലിക്കർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ ബുക്കിനാണ് സെന്റ് തോമസ് ക്രോസ് എന്ന പേര് നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ തിസീസ് എന്ന് പറയുന്നത് ആ കുരിശിൽ ക്രൈസ്തവമായ യാതൊന്നുമില്ല. ആ കുരിശ് മാനിക്കേയൻ ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ നോസ്റ്റിക് ക്രിസ്ത്യാനികളുടെ ഒരു വിഭാഗമാണ് മാനിക്കേയൻസ്. അവരുടെ ഒരു സിംബലാണ് ഈ കുരിശ് എന്ന് സ്ഥാപിക്കാനാണ് ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം വാദിക്കുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ ഉണ്ടായിരുന്നത്, തമിഴകത്ത് ഉണ്ടായിരുന്നത് മാനിക്കേയൻ ക്രിസ്ത്യൻസ് ആണ്. ആ മാനിക്കേയൻ ക്രിസ്ത്യൻസ് മുഴുവനും പിന്നീട് നെസ്തോറിയൻ ക്രിസ്ത്യൻസ് ആയിട്ട് മാനസാന്തരപ്പെട്ട് മാറി. ഇതാണ് അദ്ദേഹത്തിൻ്റെ തിസീസ്. അതിൽ അദ്ദേഹം അത് പറയുന്നത്, കാരണം അത് പേജ് അടക്കം പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് അത് മനസ്സിലാവുക. പേജ് 325 മാനിക്കേയന്മാർ മുഴുവൻ അന്നത്തെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താൽ മതം മാറി നെസ്തോറിയൻ ക്രിസ്ത്യാനികളായതാണ്. അതുകൊണ്ട് അവരുടെ കുരിശാണ്, അത് കളയണം, എന്നിട്ട് നെസ്തോറിയൻ നിങ്ങൾ പിന്തുടർന്നു, അല്ലാതെ ഇവിടെ വേറെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. അപ്പം അതുകൊണ്ട് ഈ കുരിശ് ഒരു മാനിക്കേയൻ കുരിശാണ്. ഇവിടെ ഉണ്ടായിരുന്നത് മാനിക്കേയൻസ് ആണ്. അവരാണ് പിന്നീട് മാറി 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 നെസ്തോറിയൻസ് ആയത്. അതിൻ്റെ പേജാണ് ഞാൻ പറഞ്ഞത്. ഈ പുസ്തകത്തിൻ്റെ 325 പേജ് അവസാന ഭാഗത്താണ്. ഇനി ഈ പുസ്തകത്തെ വിമർശന വിധേയമാക്കുമ്പോൾ ആദ്യമേ തന്നെ പറയാനുള്ളത്, ഇത് ഒരു ഗവേഷണ പ്രബന്ധം എന്ന് ആണ് ആൾ അവകാശപ്പെടുന്നത്. ഇതിൽ ഗവേഷണ പ്രബന്ധം എന്ന് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം ഗവേഷണ പ്രബന്ധങ്ങൾക്ക് ഫോക്കസ് ഉണ്ടായിരിക്കണം. ഫോക്കസ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചായിരിക്കണം അതിൽ കേന്ദ്രീകരിക്കേണ്ടത്. ഇദ്ദേഹം അതിനെ 9 ചാപ്റ്ററുകളിലായിട്ട് ഒരു അനേകായിരം വിഷയങ്ങൾ കുത്തി നിറച്ചിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ.
അപ്പൊ അതുകൊണ്ട് ഒരു വായനക്കാരന് അവൻ വളരെയധികം അധ്വാനിച്ചില്ലെങ്കിൽ അവ തമ്മിലുള്ള കൊഹിറൻസ്, കൺസിസ്റ്റൻസിയും കൊഹിറൻസും ഉണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ രണ്ട് വാക്ക് ഉപയോഗിച്ചു. വാക്ക് എന്താണ്? ഒന്ന് കൺസിസ്റ്റൻസി, രണ്ട് കൊഹിറൻസ്. എന്താണ് കൺസിസ്റ്റൻസിയും കൊഹിറൻസും? ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാല് അതിൻ്റെ ആദ്യത്തെ വാചകം തൊട്ട് അവസാനത്തെ വാചകം വരെ കോൺട്രഡിക്ടറി ആയിട്ടൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് കോൺട്രഡിക്ടറി ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ഗവേഷണ പ്രബന്ധമല്ല. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം, ഇദ്ദേഹത്തിന്റെ 9 അധ്യായങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഭയന്നു പോകും. പേർഷ്യൻ ക്രോസ് അഥവാ ഫൽവി ക്രോസ് എവിടെ നിന്നുണ്ടായി, ചരിത്രത്തിൽ കുരിശിന്റെ സ്ഥാനം എന്താണ്, ഫൽവി ലിപി എങ്ങനെയാണ് വായിക്കുക, ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് നൂറ്റാണ്ടുകളിലൂടെ എങ്ങനെയാണ് നടന്നത്, സോഷ്യോ കൾച്ചറൽ നെറ്റ്വർക്കിലൂടെ എങ്ങനെയാണ് ഫൽവി ക്രോസ് വന്നത്, 1, 2 ഇതിന്റെ അനാലിസിസ്, 8 മാനിക്കേയ മതം എന്നാൽ എന്താണ്, ഫൽവി കുരിശും മലങ്കര നസ്രാണികളും. ഇങ്ങനെ 9 അധ്യായങ്ങളാണ്. ഓരോ അധ്യായവും ഓരോ ഡോക്ടറൽ തിസിസിന് പറ്റിയ അധ്യായങ്ങളാണ്. അങ്ങനെ എഴുതുന്നത് ഒരു ഗവേഷണ പ്രബന്ധം അല്ല. ഒരു വിഷയം എടുക്കുക, അതിന് ഇതാണ് അദ്ദേഹത്തിന്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തോടുള്ള എൻ്റെ നിർദ്ദേശം ഇതാണ്: ഇത് 9 പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്താല് ജനങ്ങൾ വായിക്കും, അവർക്ക് വല്ല അതിൽ തെറ്റുകൾ ഉണ്ടായിക്കൊള്ളട്ടെ. കാരണം തെറ്റില്ലാതെ ആർക്കും പുസ്തകം എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 9 പുസ്തകമായിട്ട് ഇത് എഴുതണം എന്നാണ് അദ്ദേഹത്തോടുള്ള എൻ്റെ അഭ്യർത്ഥന. കാരണം ഞാൻ കുറെ അധികം കുട്ടികളെ റിസർച്ചിന്റെ സൂപ്പർവൈസ് ചെയ്ത് അവർക്കൊക്കെ ഡോക്ടറൽ തിസീസ് അവാർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക റിസർച്ച് സൂപ്പർവൈസറാണ്. അപ്പൊ ഇതാണ് അദ്ദേഹത്തോട് ആദ്യമായിട്ട് ഈ പുസ്തകത്തിൽ ഞാൻ സൂചിപ്പിക്കാനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ആ ഇൻട്രൊഡക്ഷനിൽ തന്നെ അദ്ദേഹം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അത് അത്രയെങ്കിലും അദ്ദേഹം അംഗീകരിച്ചത് നന്നായി. കാരണം കോസ്മോസ് ഇൻഡിക്കോപ്ലീറ്റസ് എന്ന് പറയുന്ന ഒരു ബുക്കാണ് കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരെ സംബന്ധിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ബുക്ക്. അത് ഒരു AD 500 എഴുതപ്പെട്ടിട്ടുള്ള ഒരു ബുക്കാണ്. ആ കാലഘട്ടത്തിൽ അതിന്റെ കാലഗണനയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം ഉണ്ടാകാം. അപ്പൊ ഇദ്ദേഹത്തിന് ആ പുസ്തകത്തിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം അതുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, എന്തെല്ലാം ഘടകങ്ങളുണ്ടെങ്കിലും AD 500 ഇവിടെ ക്രൈസ്തവരുടെ ഒരു സമൂഹം ഉണ്ട് എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു സംശയവുമില്ല. AD 500. അപ്പൊ ഇനി AD 500 മുമ്പിലത്തെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ AD 500 ഏത് തരം ക്രൈസ്തവരായിരുന്നു എന്നതിൽ മാത്രമാണ് അദ്ദേഹത്തിന് സംശയമുള്ളൂ, അദ്ദേഹത്തിന്റെ തിസീസ് പോണുള്ളൂ. കാരണം അദ്ദേഹം അതില് ഇത്തരം പ്രസ്താവനകൾ ഒരു റിസർച്ച് സ്റ്റഡിയിൽ വരാൻ പാടില്ലാത്തതാണ്. പ്രത്യേകിച്ച് അതിന്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം പറയാണ്, ഈ കോസ്മോസ് എന്ന് പറയുന്ന ഈ പണ്ഡിതനെ അയാള് വന്നുപോയി എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. പക്ഷെ ചിലർ പറയുന്നുണ്ട് അദ്ദേഹം വന്നിട്ടില്ല, അദ്ദേഹത്തിന് കിട്ടിയുള്ള ഇൻഫർമേഷൻസ് ആണ്. വാട്ട് എവർ മേ ബി, ഇദ്ദേഹം എഴുതുകയാണ്, ഈ ജീവൻ ഫിലിപ്പ് എഴുതുകയാണ്, അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുള്ള ആളുകൾക്ക് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഏത് തരം ക്രിസ്ത്യാനികളായിരുന്നു എന്ന് വിവേചിച്ചറിയാനുള്ള കഴിവുണ്ടായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള പ്രസ്താവനകളൊന്നും ഒരു ഗവേഷണ പ്രബന്ധത്തിൽ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അവർക്ക് അതിനുള്ള തക്ക ബുദ്ധി ഉണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം എഴുതുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു പുസ്തകം എഴുതാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടാകും എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. അത്തരം പ്രസ്താവനകൾ, അതുപോലെയുള്ള അനേകം പ്രസ്താവനകൾ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ആമുഖത്തില്, ഈ ടെക്സ്റ്റ് ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്നതിലെ ഒരു ശരി ഇതാണ്, ഒരു തെറ്റ് ഇതാണ്.
500-ന് മുമ്പുണ്ട് എന്നുള്ളതാണ് കൃത്യമായത് തന്നെ വളരെ സന്തോഷമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ബുക്കിന്റെ ഇതിനെ തുടർന്ന് അദ്ദേഹം എഴുതാണ് 5-ാം നൂറ്റാണ്ടിന് മുൻപ് ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നില്ല എന്നതിന് തെളിവായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് BC 300-നും AD 300-നും ഇടയിൽ രചിക്കപ്പെട്ടു എന്ന് പറയുന്ന സംഘകാല കൃതികളിൽ ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ സംഘകാല കൃതികളില് വേറെ കാര്യം പറയുന്നുണ്ട്. എന്താണ്? യമനരുമായിട്ട് ട്രേഡ് ഉണ്ട്, ഈജിപ്ഷ്യൻസ് ആയിട്ട്, ഗ്രീക്കുകാരായിട്ട് ട്രേഡ് ഉണ്ട്, ഈജിപ്ഷ്യൻസ് ആയിട്ട് ട്രേഡ് ഉണ്ട്. അപ്പൊ ഈ ട്രേഡുകൾ നിരന്തരം 100 കണക്കിന് കപ്പലുകൾ വന്നതിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തോമസ് ലീഹ വരാനുള്ള സാധ്യതകളിലേക്ക് വരൽ ചൂണ്ടാണ്. അന്ന് അതേസമയം അദ്ദേഹം പറയാണ്, ആ സമയത്ത് ക്രിസ്ത്യാനികൾ എന്ന പേര് അതിലില്ലാത്തത് കൊണ്ട് അവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അത് പ്രിയമുള്ളവരെ, ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്, പൊളിറ്റിക്കലി പ്രൊവലന്റ് അല്ല എങ്കിൽ അത്തരം ആളുകളുടെ പേരുകൾ എങ്ങനെയാണ് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തിയവര്? അതായത് ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ, ആ കമ്മ്യൂണിറ്റി മാത്രമേ ഇന്ത്യയിൽ ജീവിച്ചിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു 100-ല് 90% കമ്മ്യൂണിറ്റികളും ചരിത്രത്തിൽ രേഖപ്പെടുത്താതെ ഇവിടെ BC 3000 തൊട്ട് നിലനിന്നിരുന്ന കമ്മ്യൂണിറ്റികളുണ്ട് ഇവിടെ. അപ്പൊ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ട് അവരിവിടെ ആബ്സെന്റ് ആണെന്നല്ല തെളിയുന്നത്, അവരിവിടെ പ്രൊമിനന്റ് ആയിരുന്നില്ല എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മാത്രമല്ല, ആ കാലഘട്ടത്തില് ലിഖിത ചരിത്രം എഴുതുന്ന സമ്പ്രദായം ഇന്ത്യയിലില്ല, ഇന്ത്യയിലല്ല, ലോകത്തിലെ പല രാജ്യങ്ങളിലുമില്ല. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ 11-ാം പേജില് TK ജോസഫ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരന്റെ ഒരു കാഴ്ചപ്പാടിനെ മുൻനിർത്തിക്കൊണ്ടാണ്. TK ജോസഫ് പറയുന്നത് 1547-ലാണ് മൈലാപ്പൂർ വെച്ച് ആർക്കിയോളജിസ്റ്റുകൾ ഈ കുരിശ് സെന്റ് തോമസ് ക്രോസ് കണ്ടെത്തുന്നത്. ആ സെന്റ് തോമസ് ക്രോസ് കണ്ടെത്തിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം പല സ്ഥലത്തെ ക്രോസുകൾ കാണിക്കുന്നുണ്ട്. ആലങ്ങാട് പള്ളിയിലുള്ളത് കാണിക്കുന്നുണ്ട്, മുട്ടുചിറ പള്ളിയിലുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോ ഈ പള്ളികളിൽ കോട്ടയം വലിയ സെമിനാരിയിലുള്ള കാണിക്കുന്നുണ്ട്. അപ്പൊ കേരളത്തിൽ വിവിധ പള്ളികളിൽ സൂക്ഷിച്ചിട്ടുള്ള ഫൽവി ലിപികളോട് കൂടിയ ക്രോസുകൾ എല്ലാം 1547-ന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള, അതിൻ്റെ പതിപ്പുണ്ടാക്കിയിട്ട് 50 കൊല്ലം കൊണ്ട് ഈ പള്ളികളിലൊക്കെ സ്ഥാപിക്കപ്പെട്ടു എന്നാണ്. കാരണം ഈ ജോർനാഥോൻ എഴുതുന്നുണ്ട് പല പള്ളികളിലും ഈ ക്രോസ് ഇരിപ്പുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ട് TK ജോസഫ് 1925 എഴുതി വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ എഴുതാൻ തെറ്റിദ്ധാരണയുടെ പേരിൽ എഴുതിയതാണ്. ഇവർക്കൊക്കെ മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് എഴുതുന്നു എന്നാണ് പറയുന്നത്. ആ തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് എഴുതിയതാണെന്നുള്ളതിന് എവിഡൻസ് ഉണ്ടോ? ആ എവിഡൻസ് എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പൊ TK ജോസഫ് എഴുതി. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത് സെന്റ് തോമസ് ക്രോസിന്റെ മാതൃകയിലുള്ള ഫൽവി ലിപി രേഖപ്പെടുത്തിയിട്ടുള്ള ക്രോസ് ഒന്നും തന്നെ ഈ പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന TK ജോസഫിന്റെ പ്രസ്താവനയെ അതേപടി അംഗീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പഠനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഏത് തരം ക്രോസുകൾ ഉണ്ടായിരുന്നത് ഇവർ വരുന്നതിന് മുമ്പ്? അപ്പൊ ഇവര് വരുന്നതിന് മുമ്പ് കുരിശുകളെ ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. അത് ശരിയാണോ? ഇവര് വരുന്നതിന് മുൻപ്, പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് ഒരു പള്ളിയിലും ഒരു സ്ഥലത്തും കുരിശ് ഉണ്ടായിരുന്നില്ല എന്നത് ശരിയാണ്. ശരിയാണ്, ക്രൂശിത രൂപം ഉണ്ടാവില്ലേ? ക്രൂശിത രൂപം ഒരു കൊളോണിയൽ അടയാളമായിട്ട് വന്നതാണ് എന്നത് ശരിയാണ്. ക്രൂശിത രൂപം ഉണ്ടാവാൻ സാധ്യതയില്ല, അത് കോളനൈസേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പക്ഷെ ഒരു തരം കുരിശിനെ കുറിച്ച് ഇവർക്ക് മുമ്പുള്ളതിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഇത് ശ്രമിക്കുന്നില്ല, ഈ പഠനം ശ്രമിക്കുന്നില്ല. അപ്പൊ ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അങ്ങനെ ഓപ്പൺ ക്വസ്റ്റ്യൻസ്
ആ ചോദ്യത്തിന് മറുപടി എഴുതാൻ കഴിയാതിരുന്നത് ഇദ്ദേഹം ഒരു സൂപ്പർവൈസറുടെ കീഴിൽ ഈ ഗവേഷണം നടത്താത്തത് കൊണ്ട് പറ്റിയ ഒരു അബദ്ധമാണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലായതിനു മുമ്പില്ല എന്ന് എഴുതണം. ഇനി എന്താണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ ഈ കുരിശുകളെല്ലാം ഡ്യൂപ്ലിക്കേഷൻസ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? അതിന് അദ്ദേഹം ഒരു കുരിശുമേ ഒരു വാക്ക് കാണിക്കുകയാണ്. എന്താണ്? ഈ കുരിശ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അപ്പൊ കുരിശ് എന്ന വാക്ക് പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പില്ലേ? കാരണം സ്ലീവ എന്ന വാക്കുള്ളൂ. കുരിശ് എന്ന വാക്ക് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ക്രൂസ്, സാന്താ ക്രൂസ് എന്ന് വെച്ചാൽ സെയിന്റ് ക്രോസ് എന്നാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ഇത് വെച്ചിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കേരളത്തിലെ സുറിയാനി ക്രൈസ്തവരുടെ ആയാലും ലത്തീൻകാരുടെ ആയാലും പണി എന്താ? അത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കുള്ള പ്രത്യേകത. ഞാൻ ഒരിക്കൽ ഗവേഷണം നടത്തുന്ന ഒരു ചരിത്ര അധ്യാപകൻ, അദ്ദേഹമാണ് ഇന്ത്യയിലെ ബുദ്ധിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ബിബ്ലിയോഗ്രഫി തയ്യാറാക്കിയത് ഓക്സ്ഫോർഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹമാണ് ലോകത്തിലെ അതിൻ്റെ ഒരു എക്സ്പെർട്ട്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മലയാളിയാണ്, അദ്ദേഹത്തോട് ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്, ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ കേരളത്തിലെ ഓൾഡ് മോണ്യുമെന്റ്സ് ഒന്നും നിലനിൽക്കാത്തതിന്റെ കാരണം എന്താണ്? കേരളത്തിലെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് 100-150 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതൊക്കെ തകർന്ന് നാമാവിശേഷമായി പോകും. അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? 100 കൊല്ലം 150 കൊല്ലം കഴിയുമ്പോഴേക്കും ഇതെല്ലാം റീസ്ട്രക്ചർ ചെയ്യും. റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് കോണ്ടംപററി പീരീഡിലുള്ള വാക്കുകളാണ് അവിടെ എഴുതി വെക്കുക. അപ്പോ AD 1500 മുമ്പ് പണിതിട്ടുള്ള ഒരു മോണ്യുമെന്റ് AD 1500 ശേഷം പുതുക്കി പണിയുമ്പോൾ AD 1500 മുമ്പുള്ള ആ കാലഘട്ടത്തിലെ വാക്കുകളല്ല എഴുതവര്. അവര് അന്നുള്ള നിലവിലുള്ള വാക്കുകൾ എഴുതും. ഇതല്ലേ നമ്പൂതിരി എന്ന വാക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല്, തോമസ് ലീ വന്നു എന്ന പറയുന്ന കാലഘട്ടത്തിൽ ഇവിടെ അന്തണന്മാരുണ്ടായിരുന്നു. അന്തണന്മാര് അതാണ് തമിഴ് പുരോഹിതന്മാരാണ്. കാലാന്തരത്തിൽ ആ വാക്ക് തന്നെ മാറാണ്. കാരണം അന്തണന്മാര് മാറി നമ്പൂതിരി വന്നു. അപ്പൊ രേഖപ്പെടുത്താത്ത രേഖകളിലൊക്കെ, വാമൊഴി വഴക്കങ്ങളിലൊക്കെ ആ കാലഘട്ടത്തിൽ നിലവിലുള്ള വാക്കുകളിലേക്ക് മാറിപ്പോവും. അതുകൊണ്ടല്ലേ ഈ സംഘം ലിറ്ററേച്ചർ എന്ന് എഴുതിയെന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? വാമൊഴി പാരമ്പര്യത്തിൽ വന്ന ആ കൃതി ലിഖിത രൂപത്തിലാകുന്നത് AD 3-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ AD 3-ാം നൂറ്റാണ്ടിലെ വാക്കുകൾ കാണുന്നത് കൊണ്ടാണ് BC 300 നടന്ന ആ കാലഘട്ടത്തിൽ നടന്ന കാര്യത്തെ AD 300 എന്ന കാലഗണനയിൽ എത്തി നിൽക്കുന്നത്. ഇതാണ് അതിന്റെ പ്രശ്നം. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കുരിശുകളും കുരിശ് എന്ന പേര് കണ്ടു, അല്ലെങ്കിൽ ഇവിടെ വേറെ വാക്കുകൾ എഴുതി എന്നതുകൊണ്ട് അത് പഴക്കമില്ലാത്ത കുരിശാണെന്ന് പറയാൻ കഴിയില്ല. മാത്രമല്ല, ഈ കേരളത്തിലൊന്നും ഇന്ത്യയിലോ കാർബൺ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ അത് കാർബൺ ടെസ്റ്റിംഗ് ജൈവ വസ്തുക്കളിലേ പറ്റുള്ളൂ. ഈ കല്ല് എത്ര പഴക്കമുണ്ടെന്നൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതൊന്നും ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഇതിലൂടെ നമുക്കൊരു ഉത്തരം കണ്ടെത്താനും കഴിയില്ല. ഇതാണ് 1-ാമത്തെ പ്രശ്നം. അപ്പൊ 1-ാമത്തെ ചാപ്റ്ററിൽ കാണുന്ന പ്രതിസന്ധി ഇതാണ്. TK ജോസഫ് പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയാനുള്ള മെത്തേഡ്സ് മറ്റൊന്നുമില്ല. അതേസമയം തന്നെ ഇതും എഴുതിയിട്ടുള്ള ഫൽവി ലിപികൾ അത് മാനിക്കേയൻ ലിപിയാണെന്നാണ് അതാണ് മാനിക്കേയൻ്റെതാണെന്നുള്ളതിന്റെ ഏക തെളിവ്. ആദ്യമേ തന്നെ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം, പേർഷ്യയിലെ ഫൽവി ലിപി എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ മുസ്ലിം അധിനിവേശത്തോടെ ഇല്ലാതായി. അപ്പൊ 6-ാം നൂറ്റാണ്ടിന് ശേഷം ഫൽവി ലിപി ഉപയോഗത്തിലില്ലേ? അത് വളരെ ചെറിയ വിഭാഗം ആളുകളാണ് ഇത് പിന്നീട് ഉപയോഗിച്ചിട്ടുള്ള ഫൽവി ലിപി. ആ ഭാഷയും ലിപിയും പിന്നീട് ഉപയോഗിക്കപ്പെടുന്നില്ലേ? കാരണം മുസ്ലിമുകൾ ഒരു സ്ഥലം കീഴടക്കി കഴിഞ്ഞാൽ അവരുടെ ഭാഷ അവിടെ അവർ ഇമ്പോസ് ചെയ്യും. അതോടുകൂടി അവരുടെ ലോക്കൽ ഭാഷ നശിച്ചു പോകും. അതാണ് മുസ്ലിം അധിനിവേശത്തിന്റെ പ്രശ്നം.
അപ്പൊ ഈ ഒരു അധ്യായത്തിലെ കോൺട്രഡിക്ഷൻസ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതിനു മുമ്പുള്ള കുരിശുകളെ കുറിച്ചിട്ട് യാതൊരു ഇതിലെ ഇങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഇദ്ദേഹം നോക്കാതെ ഡയറക്റ്റ് ആയിട്ട് ഇതൊരു ഫൽവി ലിപി ആയതുകൊണ്ട് ഈ പേർഷ്യൻ ക്രോസ് മാനിക്കേയന്റേതാണ് എന്ന നിഗമനത്തിലെത്തുകയാണ്. ആ നിഗമനത്തിലെത്തുന്നത് ഇദ്ദേഹത്തിന് സഹായമായത് ബെർണൽ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റിന്റെ പഠനങ്ങളാണ്. ഇദ്ദേഹം പറയുന്നത് അക്കാലത്ത് ഫൽവി ലിപി ഡെസിഫർ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അറിയാവുന്ന ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയട്ടെ, ഇന്ന് ആ ലിപി ഡെസിഫർ ചെയ്യാവുന്ന ആരും ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നില്ല. നമുക്ക് ഓരോരുത്തർക്ക് ഭാവനയിൽ തോന്നുന്നത് പറയുകയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ബെർണൽ ഇത് പഠിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പറഞ്ഞ മാനിക്കേയന്മാരുള്ളതിന്റെ ലക്ഷണമാണ്. പക്ഷെ അദ്ദേഹം ഇത് വിവർത്തനം ചെയ്തപ്പോ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം എന്താണെന്നറിയോ? നമ്മുടെ കർത്താവായ യേശുവിന്റെ കുരിശിലൂടെയുള്ള രക്ഷയും അത് പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടുമാണ് എന്ന വിവർത്തനമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇതൊരിക്കലും മാനിയുടേതല്ല. ഇതെന്താ കാരണം? മാനിയുടേതാണെങ്കിൽ യേശു ക്രിസ്തുവിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും വരുന്ന രക്ഷയെ കുറിച്ച് ഇവര് പറയില്ല. പക്ഷെ ഇദ്ദേഹം എന്തെഴുതിയെന്നറിയോ? അവിടെയാണ് ഇദ്ദേഹത്തിന് പ്രിജുഡീസ് ഉണ്ടെന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ഗവേഷകന് മുൻധാരണകൾ ഉണ്ടാവരുത്. ഇദ്ദേഹം എഴുതിയിരിക്കുകയാണ്, പേജ് 292 ആൾ എഴുതാണ്, ബെർണല് എന്തുകൊണ്ടാണ് ഈ വ്യാഖ്യാനത്തിൽ നിന്ന് പിന്മാറിയത്? അദ്ദേഹത്തിന് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ ഭയമായിരുന്നു. ആർക്ക് ഭയം? ബ്രിട്ടീഷ് സിവിൽ സർവന്റിന് ഇവിടെയുള്ള സുറിയാനി ക്രൈസ്തവരെ പേടിച്ചിട്ടാണ് അദ്ദേഹം പേജ് 292 ഇദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളതാണ്. പിന്നെ എഴുതി വെച്ചിട്ടുണ്ട് ലാക്ക് ഓഫ് എവിഡൻസ് ആണെന്ന്. ഇനി ബെർണലിന് തെറ്റുപറ്റിയതാണ് പേജ് 328. അപ്പൊ ഈ ജീവൻ ഫിലിപ്പ് പഠനം നടത്തിയിട്ടുണ്ടോ? ഈ ലിപിയുടെ വ്യാഖ്യാനം നടത്തിയിട്ടുണ്ടോ? ഇല്ല. ബെർണലിന് തെറ്റുപറ്റിയെന്ന് ഇദ്ദേഹം അങ്ങോട്ട് ആരോപിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇന്ന് അത് അദ്ദേഹം പറയാൻ കാരണമുണ്ട്. മാനിക്കേയൻ മതം അനുസരിച്ച് ഒരിക്കലും യേശു ക്രിസ്തുവിനെ എംഫസൈസ് ചെയ്തിട്ട് ഒരു കുരിശ് വരില്ലേ? അതുകൊണ്ട് ഇത് മാനിക്കേയനല്ല എന്ന് ബെർണല് പറഞ്ഞിട്ടുണ്ട്. അത് ബെർണലിനെ പേടിച്ചിട്ടും 292 ബെർണലിന് തെറ്റുപറ്റിയതാണെന്ന് പേജ് 328 അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി വേറെ കാര്യം, ഇദ്ദേഹം അനലൈസ് ചെയ്യുന്നത് കൺട്രി വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡാണ്. ഇദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2018 തോമസ് ലീഹ വന്നത് ഏത് കേരളത്തിൽ ഏത് ഇന്ത്യയിൽ എന്ന് ചോദിച്ചു ഒരു ലേഖനം എഴുതി. അതിൽ ഞാൻ സഭയുടെ ഔദ്യോഗികമായ ചരിത്രകാരന്മാരെ വിമർശിക്കുന്നുണ്ട്. അവരെ ഞാൻ വിമർശിച്ചത് ഇങ്ങനെയാണ്. ഇത് 2018 പബ്ലിഷ്ഡാണ് മേരി വിജയം മാസികയിൽ. ഇങ്ങനെയാണ്: വിശുദ്ധ ബേസിൽ പറഞ്ഞു, വിശുദ്ധ അഫ്രൈം പറഞ്ഞു, വിശുദ്ധ ഔസേപ്പ് പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവനകളും കൊണ്ട് നമ്മൾ സെക്യുലർ ഓഡിയൻസിനെ സമീപിക്കരുത്. അവർക്ക് വേണ്ടത് മെറ്റീരിയൽ എവിഡൻസ് ആണ്. അതിന്റെ സാഹചര്യ തെളിവുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തായാലും ഇപ്പോ സീറോ മലബാർ സഭ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ, ഡോക്ടർ KS മാത്യു, ഡോക്ടർ ജെയിംസ് പുളിയുറുമ്പിൽ അവരൊക്കെ കൂടിയിട്ട് ഒരു ഒതന്റിക് ബുക്ക് മെറ്റീരിയൽ എവിഡൻസ് വെച്ച് അവരെഴുതിയിട്ടുണ്ട്. അത് വായിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇദ്ദേഹം അത് ആരോപിക്കുന്നുണ്ട്. ജീവൻ ഫിലിപ്പിന്റെ ആരോപണം ശരിയാണ്. നമ്മൾ ക്രൈസ്തവര് പള്ളിയിൽ പറയുന്ന പ്രസംഗം പോലെയാണ് ശാസ്ത്രീയ പുസ്തകങ്ങൾ എഴുതാറ്. അത് തെറ്റ് തന്നെയാണ്, അത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഐഡിയ കണ്ടില്ലേ, ബെർണലിന് തെറ്റുപറ്റി, ബെർണലിന്റെ ഭയമായിരുന്നു. ഇനി അദ്ദേഹം പറയാണ്, ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്, ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ജെനറ്റിക്കൽ പഠനം നടത്തിയെന്നാണ്. ഇദ്ദേഹം ഒരു ജെനറ്റിക്കൽ പഠനം നടത്തിയിട്ടില്ല. ഒരു പാരഗ്രാഫ് ഒരു പുസ്തകത്തിൽ നിന്ന് പകർത്തി വെച്ചിരിക്കുകയാണ്. പേജ് 114
പളനിച്ചാമി എന്ന് പറയുന്ന ഒരാള് യേശു ക്രിസ്തുവിന് 2500 കൊല്ലം മുൻപും യേശു ക്രിസ്തുവിന് 500 കൊല്ലത്തിന് ശേഷവും തമ്മിൽ സൗത്ത് ഇന്ത്യയും റഡ്സിയും തമ്മിൽ നടന്ന ട്രേഡുകളുടെ അത് സത്യമാണെന്ന് തെളിയിക്കാൻ അവിടെയും ഇവിടെയുള്ള സ്കെലിട്ടണുകൾ കണ്ടെടുത്തിട്ടുള്ളതിന്റെ ജനറ്റിക് സ്റ്റഡി നടത്തിയിട്ട് അങ്ങനെ ട്രേഡ് നടത്തിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുള്ള പുസ്തകത്തെ കുറിച്ച് ഒരു പാരഗ്രാഫ് ഇതിൽ എഴുതിയിട്ടുള്ളൂ 114-ാമത്തെ പേജില്. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായില്ലേ? അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ തിസീസിനെ ഖണ്ഡിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് കഴിയുമ്പോ വേറെ പേജിൽ പറയാണ് കേട്ട, ഇത് വളരെ തമാശയാണ്. കേരളത്തിൽ 113-ാമത്തെ പേജിൽ പറയാണ്, 2-ാം നൂറ്റാണ്ട് മുതൽ 5-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ കച്ചവടം നടന്നിട്ടില്ല. ആരുമായിട്ട്? ഈ സിറിയയുമായി ബന്ധപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലൂടെ കച്ചവടങ്ങൾ ഒന്നും നടന്നിട്ടില്ല. സിറിയക്കാര് 2 വഴിയെ കൂടെ വരും. അവർക്ക് 2 വഴിയെ കൂടെ വരാം. ഗൾഫ് വഴിയും വരാം, അവർക്ക് റെഡ് സീ വഴിയും വരാം. അത് ഫെർട്ടൈൽ ക്രസന്റിന്റെ മാപ്പ് ശ്രദ്ധിച്ചാൽ മതി. ആ വഴിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം സഞ്ചരിച്ചു എന്ന് പറയുന്ന വഴി, ഫെർട്ടൈൽ ക്രസന്റ്. അതിന്റെ മാപ്പ് പരിശോധിച്ചാൽ ഇക്കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ പളനിച്ചാമിയുടെ പഠനത്തിൽ നിന്ന് 2500 BCE തൊട്ട് 500 CE വരെ നടന്ന ജനറ്റിക് പഠനത്തിൽ നിന്ന് ഇവിടെ ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നിട്ടുണ്ട് എന്ന് തെളിവ് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതേ പുസ്തകത്തിൽ തന്നെ 113-ാമത്തെ പേജിൽ എഴുതിയിരിക്കുകയാണ് 2-ാം നൂറ്റാണ്ട് തൊട്ട് 5-ാം നൂറ്റാണ്ട് വരെ ഒന്നും നടന്നിട്ടില്ല എന്ന്. ക്ലിയർ ആയത് നിങ്ങൾക്ക്? അതിന്റെ കാരണം ആള് എഴുതുന്നുണ്ട്, അവിടെ സസാനിയൻ എംപറർമാർ വന്നതുകൊണ്ട് ട്രേഡ് നടക്കാനുള്ള സാധ്യതയില്ല, അതിന് ചില കുപ്പിച്ചില്ലുകൾ കിട്ടിയിട്ടില്ല എന്ന കാരണവും അദ്ദേഹം പറയാണ്. ഇനി അപ്പൊ അദ്ദേഹത്തിന് ഇത് എഴുതിയിട്ട് പിന്നെ അടുത്ത ഒരു ഈ ചാപ്റ്ററിൽ, ഈ ട്രേഡിന്റെ ചാപ്റ്ററിൽ അദ്ദേഹം പറയാണ്, ചമ്പകലക്ഷ്മി എന്ന് പറയുന്ന മാഡത്തിനെ കൊടിയാണ്. അപ്പൊ ഇദ്ദേഹം ചെയ്തത് ഇന്ത്യക്കാരുടെ ഒരു പൊതു സ്വഭാവമാണ്. റിസർച്ച് നടത്തുമ്പോൾ പല പുസ്തകത്തിൽ നിന്ന് പാരഗ്രാഫുകൾ ഇങ്ങനെ എഴുതി ചേർത്ത് കൂട്ടിച്ചേർത്ത് വെക്കലാണ് ഇവരുടെ ഒരു, നമ്മുടെ രാജ്യത്തെ ഒരു 75% ഗവേഷകരുടെയും പണി. ആ ഗവേഷണ പ്രബന്ധങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഒരിക്കൽ ലുവൈനിലെ ഒരു പ്രൊഫസറായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇന്ത്യയിൽ നിന്നുള്ള പല വിദ്യാർത്ഥികൾ അവിടെ PhD ചെയ്യുന്നതിന്റെ അപാകത അത് തന്നെയാണ്. അപ്പൊ ആ അപാകതയാണ് ഇന്ത്യക്കാർക്കുള്ള, ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഭൂരിപക്ഷത്തിനും കാണുന്ന പ്രശ്നമാണിത്. അതുകൊണ്ട് ചമ്പകലക്ഷ്മിയുടെ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, കോതമംഗലം ഒരു ട്രേഡ് സെന്റർ ആണെന്ന് ചമ്പകലക്ഷ്മി എഴുതിയിട്ടുണ്ട്. അതൊരു കളക്ഷൻ സെന്റർ ആണെന്ന് കോതമംഗലം പേജ് 119 അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം കടുത്തുരുത്തിയെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം എഴുതുന്നുണ്ട്, അവിടെ വഞ്ചികൾ വരാനുള്ള പോർട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ കടുത്തുരുത്തി വരെ വന്ന വഞ്ചിയിലേക്ക് എവിടെ നിന്നാണ് മെറ്റീരിയൽ കളക്ട് ചെയ്യുക? കുറുവിലങ്ങാട്ടേക്ക് കടുത്തുരുത്തിന്ന് 6 കിലോമീറ്റർ ഉള്ളോ? എന്നിട്ട് ഇദ്ദേഹം പറയാണ്, ആ സമയത്ത് കുറവിലങ്ങാട് കാടായിരുന്നു എന്ന്. അദ്ദേഹത്തിന്റെ ഒരു എറണാകുളം അതിരൂപതയിലെ വിമതന്മാരുടെ ഒരു ചാനലിൽ അദ്ദേഹം പറയാണ്, അത് അവരെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ കടുത്തുരുത്തി വരെ വഞ്ചിക്ക് വരാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്റർ കളക്ഷൻ സെന്റർ ഉണ്ടാവും. ഒരു 50 കൊല്ലം മുമ്പ് വരെ 10 കിലോമീറ്ററും 15 കിലോമീറ്ററും നടന്നിട്ടാണ് കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത്. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതാണ് ഇതിന്റെ ഗവേഷണത്തിന്റെ പ്രശ്നം. മാത്രമല്ല അദ്ദേഹം പ്രജുഡീസ്ഡ് ആണ്. ഈ കാര്യം പ്രജുഡീസ്ഡ് ആണെന്ന് അറിയണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ 2 പേജ് ഒന്ന് നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. ഒരു മാനി തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ടാകുമോ? അദ്ദേഹം ചോദിക്കുകയാണ്, മാനിയോ മാനിയുടെ ശിഷ്യന്മാരോ? അപ്പൊ അദ്ദേഹം
291 പേജിൽ പറയാണ്, മാനിയുടെ ശിഷ്യന്മാര് ഈ 3-ാം നൂറ്റാണ്ടില് കേരളത്തില് വന്നിട്ടുണ്ട്. കാരണം എന്താണ്? അന്ന് ഗതാഗതം ഉണ്ടായിരുന്നു. ഇനി 315 പേജില് ഞാനായി തൊമ്മൻ 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ വരാൻ സാധ്യതയില്ലേ? എന്താ കാരണം? അവിടെ ഗതാഗതം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഇദ്ദേഹത്തിന് ആവശ്യമുള്ളവർക്ക് വരണമെങ്കിൽ ഗതാഗതം ഉണ്ട്, ഇദ്ദേഹത്തിന് ആവശ്യമില്ലാത്തവർക്ക് വരാനായിട്ട് ഗതാഗതമില്ല. ഇതാണ് ഞാൻ പറഞ്ഞ, ഇത് കൺസിസ്റ്റന്റ് അല്ല, ഇതിന് കൊഹിറൻസ് ഇല്ല. കാരണം ഇദ്ദേഹത്തിന്റെ പ്രെജുഡിസാണ്. കാനായി തമ്മൻ ഇവിടെ വന്നിട്ടില്ല എന്ന് അദ്ദേഹത്തിന് പറയണം. അതിനു വേണ്ടിയിട്ടാണ് അന്ന് ഇവിടെ മനിക്കേയന്മാര് വന്നു എന്ന് തെളിയിക്കും വേണം. ഇതാണ് ഇപ്പൊ നിങ്ങൾക്കൊരു വൈരുദ്ധ്യം കിട്ടിയില്ലേ. ഇനി 296 പേജില് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, തോമസ് ലീഹായുടെ ഒരു രൂപം കണ്ടെടുത്തിട്ടുണ്ട്. ആ കണ്ടെടുത്ത രൂപം തോമസ് ലീഹയുടേതല്ല ആവാൻ സാധ്യതയില്ല. എന്താണ് കാരണം? അതിന്റെ മുഖം മംഗളോയിഡ് ചായയാണ്, ചൈനക്കാരന്റെ ചായയാണ്. എങ്ങനെയാണ് തോമസ് ലീഹയ്ക്ക് ചൈനക്കാരന്റെ ചായ ഉണ്ടാവുക? ഇദ്ദേഹം ചോദിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഞാനത് സമ്മതിച്ചു. പക്ഷേ അത് 296 പേജ് ഉണ്ട്. 232 പേജിലും അപ്പൻഡിക്സിലും മാനിയുടെ പടം കൊടുത്തിട്ടുണ്ട്, യേശുവിന്റെ പടം കൊടുത്തിട്ടുണ്ട്. രണ്ടാൾക്കും ചൈനക്കാരന്റെ ചായ എഴുതി. ഇത് തോമസ് ലീ ആവാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ചൈനക്കാരന്റെ മുഖമാണ്. അത് യേശുവും മാനിയും ആകാൻ സാധ്യതയുണ്ട്, ചൈനക്കാരന്റെ മുഖമായാലും. എന്താ കാരണം? അതങ്ങനെയാണെന്ന് പറയേണ്ടത് ഇദ്ദേഹത്തിന്റെ ആവശ്യമാണ്. എന്നെ ശ്രമിക്കുന്നവർ മനസ്സിലാക്കണം, ഓരോ രാജ്യത്ത് പെയിന്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കാർവ് ചെയ്യുമ്പോഴോ അതാത് രാജ്യം, യേശു ക്രിസ്തുവിനെ യൂറോപ്യൻസ് പെയിന്റ് ചെയ്ത യൂറോപ്യന്റെ ചായവും, ആഫ്രിക്കൻസ് പെയിന്റ് ചെയ്ത ആഫ്രിക്കക്കാരുടെ ചായവും, ജപ്പാൻകാർ പെയിന്റ് ചെയ്ത ജപ്പാൻകാരുടെ ചായവും. അപ്പൊ ഇത്തരം വിഡ്ഢിത്തങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് തോമസ് ലീഹ ആവാൻ സാധ്യതയില്ലാത്തതിന്റെ കാരണം പറഞ്ഞതാണ് വിഡ്ഢിത്തം. ഞാനിപ്പോഴും തോമസ് ലീഹ ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ലേ. അത് തോമസ് ലീഹ അല്ല എങ്കിൽ മംഗളോയിഡ് മുഖം കൊണ്ടാണെങ്കിൽ എങ്ങനെയാണ് പേജ് 232 അപ്പൻഡിക്സിലും കൊടുത്തിട്ടുള്ള യേശുവിന്റെയും മാനിയുടെയും മുഖം മംഗളോയിഡ് ആയിട്ടും അത് യേശുവിന്റെ മുഖമാണെന്ന് ഇദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത്? കാരണം അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടത് വരുമ്പോൾ എല്ലാം സ്വീകരിക്കുകയും എതിർക്കേണ്ടത് വരുമ്പോൾ എതിർക്കുകയും ചെയ്യുന്നത് ഒരു ഗവേഷകന്റെ സ്വഭാവമല്ല. ഇനി അടുത്ത ഒരു പോയിന്റ് കാണുന്നത്, ഈ മാനിക്കേയൻ ഓണ്ടോളജിയാണ് അദ്ദേഹം പറയുന്നത്. സെന്റ് തോമസ് ക്രോസിന് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് താമരയാണ്, 2 പുഷ്പിതമായ കുരിശാണ്, 3 അതുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സിമ്പലായിട്ട് പ്രാവാണ്. എന്റെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇദ്ദേഹം പറയാണ് അത് താമരയല്ല, പിന്നെ എന്താണ്? അത് അസർ മസ്ഡയുടെ സ്പ്രെഡഡ് വിങ്സ് ആണ്. ഞാൻ അസർ മസ്ദയുടെ ഇത് കാണിച്ചു തരാം. വിരിച്ചു നിൽക്കുന്ന ചിറകുകളാണ് ഈ കുരിശിന്റെ അടിയിലുള്ളതെന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. അത് അദ്ദേഹത്തിന് ഐക്കൺസ് പഠിച്ച് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഈ അസർ മസ്ഡയുടെ കുരിശ് ചിറക് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കി. അത് 3 മുകളിലേക്കാണ് നിൽക്കുന്നത്. അത് പറക്കുന്ന പ്രാവാണത്, അസർ മസ്ദ. ഇതില് താമരയാണെന്ന് പറയാൻ 3 മുകളിലേക്ക് നിൽക്കുന്നു, 3 അടിയിലേക്ക് നിൽക്കുന്നു. അതാണ് ഇത് ഒരു പൂവാണെന്നുള്ള കൺക്ലൂഷനിൽ എത്തിച്ചേരാനുള്ള കാരണം. 1. 2, ഇദ്ദേഹം അത് മാനിക്കേയൻ കുരിശാണെന്ന് പറയണമെങ്കിൽ താമരയാണെന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. കാരണം മാനിക്കേയൻ്റെതെന്ന് പറഞ്ഞ് ലഭിച്ചിട്ടുള്ള ഫ്രെസ്കോയിലെല്ലാം മാനിയിരിക്കുന്നത് താമരയിലാണ്. ഇനി എൻ്റെ രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ പ്രശ്നം മനസ്സിലായില്ലേ? അതായത് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഈ കുരിശ്, അതായത് മൈലാപ്പൂരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുരിശിന്റെ അടിയില് സ്പ്രെഡഡ് വിങ്സ് അല്ല, അത് താമരയാണെന്ന് പറയാൻ കാരണം 3 മുകളിലേക്ക് 3 അടിയിലേക്കാണ് അതില് ഉള്ളത്.
ഇതാണ്. അന്ന് അനുരാധപുരം കുരിശിൽ അങ്ങനെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ശ്രീലങ്കയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിന്നുള്ള കുരിശിന്റെ കാണാം. പിന്നെ ഇവിടെ കടുത്തിരുത്തി എന്നുള്ള കുരിശ് എല്ലാറ്റിന്റെ അടിയിലും ഈ മൈലാപ്പൂർ കുരിശിന്റെ മാതൃകയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്. രണ്ടാമത്തെ കാര്യം, ഈ അതും എഴുതിയിട്ടുള്ള ഫൽവി ലിപി മാനിക്കേയന്മാരുടെ ആണെന്ന് ഞാൻ പറഞ്ഞ 6-ആം നൂറ്റാണ്ടിന് ശേഷം ഇത് ഉപയോഗത്തിലില്ല. അതിന്റെ അർത്ഥം ഇത് 6-ആം നൂറ്റാണ്ടിന് മുമ്പുള്ള കുരിശാണെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 6-ആം നൂറ്റാണ്ടിന് മുൻപ് ഈ കുരിശുണ്ട്. ഇനി അതിലെ ആ പ്രാവ് മാനിയാണെന്നാണ് ഇവർ വാദിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇവരാദ്യം പരിശോധിക്കേണ്ടത് എന്താ? ഇദ്ദേഹം എൻ്റെ കീഴിലാണ് റിസർച്ച് ചെയ്യാൻ വന്നതെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തേനെ, ലോകത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് മാനിയുടെ ഒരു കുരിശിൽ പ്രാവിനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു തെളിവ് ഇദ്ദേഹം കൊണ്ടുവരികയാണെങ്കിൽ ഞാനിത് അംഗീകരിച്ചു കൊടുക്കാം. അപ്പൊ പ്രിയമുള്ളവരെ, അങ്ങനെ ലോകത്തിലെ ഒരു സ്ഥലത്തും കണ്ടെത്തിയിട്ടുള്ള മാനിക്കേയന്മാരുടെ ചിത്രങ്ങളിൽ ഈ പ്രാവിന് യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ ഇതെങ്ങനെയാണ് ഈ പ്രാവ് മാനിയാണെന്ന് പറയണത്? മെറ്റീരിയൽ എവിഡൻസ് വേണം, മെറ്റീരിയൽ എവിഡൻസ് വേണം എന്ന് പറയുന്ന ഇദ്ദേഹം ഒറ്റയടിക്ക് ഓണ്ടോളജിക്കൽ എവിഡൻസ് വേണമെന്നാണ് പറയുന്നത്. ഓണ്ടോളജി. അപ്പൊ ഇദ്ദേഹം ഓണ്ടോളജി ഒന്നും പഠിച്ചിട്ടില്ല കേട്ട, വെറുതെ ഓരോന്നിരുന്ന് പറയുന്നതാണ്. അത് ഫിലോസഫിയിലെ ഒരു സബ്ജക്റ്റാണ്. നോസ്റ്റിക് ഓണ്ടോളജി അനുസരിച്ച് ഗോഡിന് ശരീരമില്ല, ഡിസംബോഡീഡ് എന്ന് പറയും. ഡിസംബോഡീഡ് അതായത് ദൈവത്തിന് രൂപം ധരിക്കാൻ കഴിയില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദൈവമായിട്ട് കാണുന്നുമില്ല. രണ്ട്, ഞാനാണ് പരിശുദ്ധാത്മാവ് എന്നാണ് മാനി പറയണേ. അല്ലാണ്ട് പ്രാവിന്റെ രൂപത്തിൽ വന്നു എന്ന് മാനി ഒരു സ്ഥലത്തും പറയുന്നില്ലേ. ഞാനാണ് പരിശുദ്ധാത്മാവ്. ഇനി പരിശുദ്ധാത്മാവ് ദൈവമാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഈ മാനിക്കേയൻ ഓണ്ടോളജി അനുസരിച്ച് ദൈവമല്ല പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ രൂപം ഉണ്ടാവാൻ പറ്റില്ല. മാനിയുടെ ആർഗ്യുമെന്റ് അനുസരിച്ച് മാനി തന്നെയാണ് പരിശുദ്ധാത്മാവ്. ലോകത്തിൽ വേറെ ഒരു സ്ഥലത്തും എന്തില്ല, ഈ പ്രാവിനെ മാനിക്കേയന്മാര് പരിശുദ്ധാത്മാവിന്റെ സിമ്പലായിട്ട് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യത്തും കത്തോലിക്ക സഭ പ്രാവിനെ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രാവ് കത്തോലിക്കരുടെ പരിശുദ്ധാത്മാവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മെറ്റീരിയൽ എവിഡൻസ് വേണോ? ലോകം മുഴുവൻ ക്രൈസ്തവര് താമസിക്കുന്ന എല്ലാ സ്ഥലത്തും നിങ്ങൾ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാവിന്റെ സിമ്പലിന്റെ രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മാനി രേഖപ്പെടുത്തിയിട്ടില്ലേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ കൺക്ലൂഷൻ ഈ ലോകം മുഴുവനുള്ള മെറ്റീരിയൽ എവിഡൻസിന് എതിരായിട്ട് ഒരു ഓണ്ടോളജിക്കൽ എവിഡൻസ് പറഞ്ഞ് കൊണ്ടുവരികയാണ്. ഓണ്ടോളജിക്കൽ എവിഡൻസ് തെറ്റാണ്. കാരണം മാനി തന്നെയാണ് ആര്? പരിശുദ്ധാത്മാവ്. ഇനി അപ്പോ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്തതായിട്ട് ഇദ്ദേഹം പറയണത്, അദ്ദേഹത്തിന് സൂസൻ ഗുലാസി കണ്ടെത്തി. ഈ സൂസൻ ഗുലാസി എന്ന് പറയുന്ന സഹോദരിയുടെ മാപ്പിലാണ് മാത്രമാണ് കേരളത്തിൽ മാനിക്കേയൻ വന്നിട്ടുണ്ടാകാം എന്ന് പറഞ്ഞൊരു മാപ്പ് ഇതിന്റെ ഒരു പേജില് വരച്ചു വെച്ചിട്ടുണ്ട്. വേറെ ലോകത്തിൽ ആരും ഈ സൗത്ത് ഇന്ത്യയിൽ മാനിക്കേയൻസ് ഉണ്ടെന്ന് പറയുന്നില്ല. ഈ സഹോദരി എന്ത് ചെയ്തിരിക്കണേ, ചൈനയില് അവരുടെ കീഴിലുള്ള ഒരു നെസ്തോറിയൻ അമ്പലത്തിനകത്ത് ഒരു സിൽക്ക് വാൾ ഹാങ്ങിങ്ങിൽ മാനിയുടേതാണെന്ന് പറയപ്പെടുന്ന രൂപത്തുമ്മേ ഒരു ക്രോസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ക്രിസ്തുവാണ് എന്നാണ് ഇവര് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ജീവൻ ഫിലിപ്പ് ചൈനയിൽ പോയിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ചൈനയിൽ പോയിട്ട് ചൈനക്കാരുടെ ഓണ്ടോളജി പഠിക്കാൻ പോയി. ചൈനക്കാരനാണ് എന്നെ പഠിപ്പിച്ചത്. എന്നെ സഹായിച്ചത് ജെസ്യൂട്ട്സ് ആണ്. ഫാദർ ലൂയിസ് റൂയിസ് എസ്. ഞാൻ താമസിച്ചത് മെക്കാവൂലാണ്. അവിടുന്ന് ഞാൻ യാത്ര ചെയ്തിട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചത്. അപ്പോ
അവരെ മത്തയോ റിച്ചി സുവിശേഷം പ്രസംഗിക്കുമ്പോ പറ്റിയ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് പറയും. ഈ ചൈനക്കാർക്ക് കുരിശ് എന്ന അടയാളം കാണിച്ചു കൊടുത്താൽ അവർക്ക് എന്താ മനസ്സിലാവാന്നറിയാം നമുക്ക്. 10 എന്ന് പറയുന്ന നമ്പർ, 10 എന്ന് പറയുന്ന നമ്പർ എഴുതാനുള്ള ചിഹ്നമാണ് ഈ ക്രോസ്. അപ്പൊ 10ന്റെ അർത്ഥം എന്താ? പെർഫെക്ഷൻ. അപ്പൊ ഒരു കാരണവശാലും കുരിശ് എന്നത് പടം വരച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ചൈനക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് മത്തയോ വെച്ച് പറയണേ. ഇതാണ് ഈ ചൈനീസ് പ്രൊഫസർ എനിക്ക് പഠിപ്പിച്ചു തന്നത്. പക്ഷെ ഈ സൂസൻ ഗുലാസി അവരൊരു പുസ്തകം എഴുതിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ അന്ധമായിട്ട് സായിപ്പിച്ചാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കരുത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണില്ലേ? 10 എന്ന് പറഞ്ഞാൽ ചൈനക്കാർക്ക് പെർഫെക്ഷൻ ആണ്. അപ്പൊ മാനിയാണ് പെർഫെക്റ്റ് എന്നാണ് സിമ്പിൾ എന്നാണ് എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ ചോദ്യം ചെയ്യുക? 2, മാനി ഉപയോഗിച്ചിട്ടുള്ളത് ചൈനീസ് ഓണ്ടോളജിയാണ്. എന്താണ് ചൈനീസ് ഓണ്ടോളജി? ചൈനീസ് ഓണ്ടോളജി അനുസരിച്ച് യിൻ യാൻ, അതും ഞാൻ എൻ്റെ 31ാമത്തെ വയസ്സിൽ ചൈനയിൽ പോയി പഠിച്ചതാണ് കേട്ട. യിൻ യാൻ എന്ന് പറയുന്ന സിമ്പിൾ വെളിച്ചവും ഇരുട്ടുമാണ്. അപ്പൊ മാനിയെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുള്ളത് ചൈനീസ് ഓണ്ടോളജിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ കുരിശും ഇരുട്ടും വെളിച്ചവും ഒക്കെ വെച്ചിട്ടുള്ളത്. അതായത് മാനിയിലാണ് കുരിശും, അതായത് മാനിയിലാണ് സമ്പൂർണത, വെളിച്ചവും ഇരുട്ടവും സംഗമിക്കുന്ന പൂർണ്ണ മനുഷ്യന്റെ എക്സ്പ്രഷനാണ് മാനി എന്നായിരിക്കാം അതിൻ്റെ വ്യാഖ്യാനം ചൈനയിൽ കണ്ടെത്തിയത് കൊണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം ഞാൻ ചൈനയിൽ പോയിട്ടാണ് ഇത് പഠിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ഈ എറണാകുളം അങ്കമാലിയിലെ നീതിയജ്ഞക്കാര് പറയുന്നത് പോലെ കുന്നംകുളത്ത് നിന്നല്ല പഠിച്ചത്, ചൈനയിൽ പോയിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, മാനിക്ക് കുരിശില്ല, ചൈനക്കാര് ക്രോസ് വരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വേറെയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് കൃത്യമായില്ലോ. ഇനി മാനിക്ക് ഡിസംബോഡീഡ് ആണ്, അതുകൊണ്ട് മാനിയാണ് പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് ദൈവമല്ല. എന്നാൽ അതിൻ്റെ ഈ പ്രാവ് ഒരിക്കലും മാനിയുടെ ആൾക്കാർ ഉപയോഗിച്ചിട്ടില്ല, എന്നാൽ കത്തോലിക്കര് മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാവ് കത്തോലിക്കരുടെ മെറ്റീരിയൽ എവിഡൻസ് പറയുന്നത് ഇത് കത്തോലിക്കരുടെ ചിഹ്നമാണെന്നാണ്. ഇനി ഓണ്ടോളജിക്കൽ എവിഡൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്ത കാര്യം ഇദ്ദേഹം പറയുന്നത്, ഇതിന് ഒരു സറൗണ്ടിങ് ഉണ്ട് ഈ സെന്റ് തോമസ് ക്രോസിന്. അത് ഓണ്ടോളജി ഓഫ് മാനിക്കൈനിസം ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പൊന്ന് സഹോദരന്മാരെ, ഈ അതുമുള്ള അതിൻ്റെ ആ ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഹിന്ദു ടെമ്പിൾസിന്റെ കവാടമാണ്. ഹിന്ദുക്കളുടെ ആശയമാണ് ഈ മകര, അല്ലാതെ ഇത് മാനിക്കയിൻ്റെ ആശയമല്ല, ഹിന്ദുക്കളുടെ ആശയമാണ്. ഒരു സൂസൻ ഗുലാസി ഒരു പുസ്തകത്തിൽ മകരത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന കണ്ടിട്ടുണ്ടെന്ന്. ഈ മകരം എന്ന് പറയുന്നത് ഒരു കവാടാണ്. ആ കവാടം എന്ന് വെച്ചാൽ ആ കവാടം കടക്കണമെങ്കിൽ ഇന്ത്യ കൂടെ കടക്കാൻ പറ്റില്ല അവർക്ക്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഞാൻ നിങ്ങൾ നോക്കിക്കോ, ഇത് 11ാം നൂറ്റാണ്ടിലുള്ള ഒരു ഡെപിക്ഷനാണ് ഞാൻ കാണിക്കുന്നത് മകരത്തിന്റെ. നിങ്ങളിത് ഈവൺ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ വരെ കിട്ടുന്ന കാലാണ്. അപ്പാണ് ഈ വക നുണയൊക്കെ എഴുതണേ. ഇദ്ദേഹം കാണിക്കുന്ന പടങ്ങളൊന്നും തന്നെ, മകരത്തെ കുറിച്ച് കാണിക്കുന്ന പടങ്ങളൊന്നും തന്നെ മാനിക്കേയന്മാരുടെ അല്ല, ഹിന്ദുക്കളുടേതാണ്, ഇന്ത്യക്കാരുടേതാണ്. അപ്പം മകര എന്ന് പറയുന്നത് അത് നിങ്ങൾ ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. പള്ളിയിൽ ചെന്നിട്ട് അതിൻ്റെ ആർക്കിടെക്റ്റുമേ ആനയുണ്ട്, അത് ക്രിസ്ത്യാനികളുടെ ആനയാണെന്നൊന്നും പറയല്ലേ. ഹിന്ദുക്കളാണ് ആശാരിമാര്, ഹിന്ദുക്കളാണ് കൊത്തുപണിക്കാര്. അപ്പൊ ഹിന്ദു അമ്പലങ്ങൾ എങ്ങനെ പണിയുന്നുവോ അതുപോലെ അവർക്ക് പണിയാൻ അറിയുള്ളൂ. അവരമ്പലത്തിൽ ആനനെ കൊത്തിവെച്ചു, ഇവിടെ ആനനെ കൊത്തിവെച്ചു.
അപ്പൊ ഇതിനെ ക്രിസ്ത്യൻ ആർക്കിടെക്ചർ എന്നല്ല പറയേണ്ടത്. ക്രിസ്ത്യാനികൾ എപ്രകാരമാണ് ഹിന്ദു ആർക്കിടെക്ചറിനെ തങ്ങളുടെ ഭാഗമാക്കി മാറിയതിന്റെ കാരണം എന്താണ്? കൽക്കുരിശ് ഹിന്ദു ആർക്കിടെക്ചറാണ്. അപ്പൊ ഇവിടെ ഹിന്ദു സ്കൾപ്ചേഴ്സ് ആണ് ഈ സാധനം ചെയ്യണത്. അപ്പൊ അവര് നൽകുന്ന ഡെക്കറേഷൻ അമ്പലത്തുമ്പിലുള്ള ഡെക്കറേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ മയിലിനെ കണ്ടു. ആ മയിലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇവര് ഹിന്ദുക്കളുടെ പ്രധാന പണി അതിൽ മയിലല്ലേ, ദൈവല്ലേ അവർക്ക്. അപ്പൊ നിങ്ങൾ ഈ ടെമ്പിളിന്റെ ഈ കവാടം ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ ഹിന്ദുക്കളായിട്ടുള്ള സ്കൾപ്ചേഴ്സും ക്രിസ്ത്യാനികളും ഇവിടെ വളരെ ഐക്യത്തിലാണ് താമസിച്ചിരുന്നത്. അവരാണ് നമ്മുടെ പള്ളികൾ പണിതിട്ടുള്ളത്, കൽക്കുരിശ് കുത്തിയിട്ടുള്ളത്, നമ്മുടെ ടെമ്പിൾ അമ്പലം പള്ളികളിലെയൊക്കെ എല്ലാ കൊത്തുപണികളും അവരാണ്. അതുകൊണ്ട് അവർ പഠിച്ചതും അവർ ചെയ്യുന്നതുമായ രീതികളാണ് വരിക. ഇതിന് വേറെ ഓണ്ടോളജി ഒന്നും ഇതിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മകരകൾ എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു ടെമ്പിളിന്റെ കവാടമാണ്. ആ കവാടത്തിന്റെ ഉള്ളിൽ ക്രിസ്തുവിനെയും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇതിനെ മൂന്നിനും സിംബലൈസ് ചെയ്തു. ഉത്തിതനായ ക്രിസ്തു, അതാണ് സെന്റ് തോമസ് ക്രോസ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാനിക്കേയന്റെ കുരിശാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം നാനായി തൊമ്മൻ ഇവിടെ വന്നിട്ടില്ല. കാരണം എന്താണ്? അവിടുന്ന് ഇവിടെ വണ്ടി കിട്ടിയില്ലേ? അതേ 50 കൊല്ലം മുൻപ് മാനിയിലെ ആളുകൾ ഇവിടെ വന്നു. എന്താ കാരണം? നിറച്ച് വണ്ടികളുണ്ടായിരുന്നു. വേറൊരു സ്ഥലത്ത് എഴുതി കോതമംഗലം ഒക്കെ കളക്ഷൻ സെന്റർ ആണ്. വേറൊരു സ്ഥലത്ത് എഴുതി കടുത്തിരുത്തി കളക്ഷൻ പോർട്ടാണ്. പക്ഷെ കുറുവിലങ്ങാട് അല്ല. ഇനി ബർണലിന് തെറ്റുപറ്റി, അദ്ദേഹത്തിന് പേടി പറ്റി, അദ്ദേഹം ലാക്ക് ഓഫ് എവിഡൻസ് കൊണ്ട് തന്നെയാണ് അത് ഉപേക്ഷിച്ചത്, ഇവിടെ മാനി വന്നിട്ടില്ല എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ് ഈ പുസ്തകം. അതുകൊണ്ട് ഈ വൈരുദ്ധ്യങ്ങളൊക്കെ മാറ്റി വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. അതുകൊണ്ട് ഈ നിങ്ങൾ പുസ്തകം വാങ്ങിക്കാൻ ഞാൻ നിങ്ങളോട് പറയണം, വാങ്ങിച്ച് എൻ്റെ ആരോപണങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കണം. പക്ഷെ ഇത് വായിക്കുക എളുപ്പമല്ല. കാരണം അൺവീൽഡി എന്ന് പറയില്ലേ, സയൻറ്റിഫിക് അല്ല, ശാസ്ത്രീയമല്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം ജനറ്റിക്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടെന്നൊക്കെ ഇതിൻ്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജനറ്റിക്സിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചത് ഇതാണ്. ഈ 118-17 പറയുന്ന പളനിച്ചാമിയുടെ 114 പറയുന്ന ഒരു പാരഗ്രാഫ് അല്ലാണ്ട് വേറെ ഒന്നും അതിലില്ല. അപ്പം ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളും അബദ്ധങ്ങളും നിറഞ്ഞ ഒരു പുസ്തകമാണ് ഇത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ ശ്രമിക്കാൻ ഇത്രയധികം സമയം കേട്ടിരുന്നതിന് നന്ദി പറയുന്നു.